ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിൻ എല്ലാവരുടെ മുമ്പിൽ പറയാണ്, അതെ ഞാൻ ലാവണ്യ വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോൾ എല്ലാവരും ചമ്മി നാണം കെട്ട്, അതായത് മനോരമയുടെ ഫ്രണ്ട്സാണ് കേട്ടോ, നാണം കെട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അവർ പോയി കഴിയുമ്പോഴേക്കും മനോരമ ചോദിക്കുന്നുണ്ട് നമ്മുടെ അശ്വിനോട്, കുഞ്ഞാ ഇത് നീ കാര്യമായിട്ട് തന്നെയാണോ പറഞ്ഞത്, അതോ നീ നിന്റെ മുത്തശ്ശി അവരുടെ മുമ്പിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി നീ പറഞ്ഞതാണോ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ പറയേണ്ട, അശ്വിൻ ഒരു വാക്കേ ഉള്ളൂ, ഞാൻ സത്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ തീരുമാനം തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ ലാവണ്യ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതിയുടെ മുഖം ആകെ മാറുവാട്ടോ. ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ കരയുന്ന പോലെ ആകുവാണ്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ശ്വാസം മുട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് അശ്വിൻ പതുക്കെ ശ്രുതിനെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അതിനുശേഷം അശ്വിൻ നമ്മുടെ ലാവണിയുടെ കൈകൾ ഇങ്ങനെ മുറുക്കി ഇങ്ങനെ പിടിക്കുക കേട്ടോ. ആ സമയത്ത് അഞ്ജലി പറയണ്ട, എന്തായാലും കുഞ്ഞാ നിൻ്റെ തീരുമാനം വളരെ നന്നായിട്ടോ, നിങ്ങളൊരു കാര്യം ചെയ്യും, മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് അഞ്ജലി പറയുമ്പോൾ നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ ലാവണ്യയും കൂടിയിട്ട് അശ്വിൻ ലാവണിയുടെ കൈ പിടിച്ചിട്ട് മുത്തശ്ശിയുടെ കാല് തൊട്ട് വന്ദിക്കുവാണ്. മുത്തശ്ശി രണ്ടുപേർക്കും അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വരും, നിങ്ങൾക്ക് ഒരുപാട് കാലം ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ ഉള്ളിൽ ആകെ ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കട്ടോ. ശ്രുതിക്ക് ആകെ വിഷമവുമാണ്. അങ്ങനെ അശ്വിനും ലാവണ്യ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും നല്ലൊരു സംഭവം നടന്നിരിക്കണത്, നല്ലൊരു തീരുമാനമോ കുഞ്ഞ് നീ എടുത്തേക്കണം. മുത്തശ്ശിക്ക് വളരെ സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടുന്ന് വേഗം തന്നെ പോകുക കേട്ടോ. പോയിട്ട് ഒരു ഭാഗത്ത് ആരുമില്ലാത്തൊരു ഭാഗത്ത് മൂലക്ക് മാറി ഇരുന്നിട്ട് പൊട്ടിക്കരയുവാണ്. ശ്രുതിക്ക് ആകെ വിഷമം സഹിക്കാൻ പറ്റാണ്ട് പൊട്ടിക്കരയാണ്. ശ്രുതി വീണ്ടും വീണ്ടും ആ കാര്യം ആലോചിക്കുകയാണ്. അശ്വിൻ പറഞ്ഞ കാര്യം, ഞാൻ ലാവണ്യനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, ലാവണ്യനെ ഞാൻ വിവാഹം കഴിക്കും എന്നൊക്കെ അവരോട് പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, അത് വീണ്ടും വീണ്ടും ശ്രുതി ആലോചിച്ചു. ശ്രുതി വിഷമം കൊണ്ട് ഇങ്ങനെ കരയാൻ പോകുന്ന പോലെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ ആരും അടുത്തില്ലെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം പൊട്ടിക്കരയുവാട്ടോ. അങ്ങനെ ശ്രുതി വിഷമത്തോടെ അവിടെ നിൽക്കുന്ന സമയത്ത് ലാവണ്യ ഓടി വരുന്നുണ്ട്. ശ്രുതി, നീ കേട്ടോ അശ്വിൻ സാർ പറഞ്ഞത്? അതെ, സാർ പറയാ എന്നെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുമെന്ന്. നീ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കേട്ടു മേഡം, ഒത്തിരി സന്തോഷമായി. അല്ല, നീ എന്താ കരഞ്ഞത്? സന്തോഷം കൊണ്ട് കരഞ്ഞതാ മേഡം. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായല്ലോ, മേഡത്തിന് അതുപോലെ തന്നെ അശ്വിൻ സാറിന്, മുത്തശ്ശിക്ക്, അഞ്ജലി മേഡത്തിന്, ഈ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായി. അതിലൊരു പങ്കാവാൻ സാധിച്ചില്ല, എനിക്കും വളരെ സന്തോഷമാണെന്ന് പറയുമ്പോൾ, പങ്കോ? ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ശ്രുതി നിനക്കാണ് കേട്ടോ. നീ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അശ്വിൻ ഇതിനെ സമ്മതിക്കില്ലായിരുന്നു. നിന്റെ മിടുക്ക് കൊണ്ട് മാത്രമാണ് അശ്വിൻ വിവാഹത്തിന് സമ്മതിച്ചത് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ശ്രുതി പറയണ്ട, ഒരിക്കലും ഇല്ല ലാവണ്യ മേഡം, അതൊക്കെ ലാവണ്യ മേഡത്തിൻ്റെ തോന്നലാണ്, നിങ്ങൾ ഒന്നിക്കണമെന്ന് ദൈവം വിചാരിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്നിച്ചേ പറ്റൂ. അതിന് ഞാൻ വെറുതെ ഒരു നിമിത്തമായെന്ന് മാത്രമല്ല, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് മേഡം എനിക്ക് തരേണ്ട ആവശ്യമൊന്നുമില്ല, അത് ദൈവത്തിനെയാണ് കൊടുക്കേണ്ടതെന്ന് ശ്രുതി പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി വരുന്നുണ്ട്. ആ ശ്രുതി, നീ കേട്ടിരുന്നോ അശ്വിൻ പറഞ്ഞത്? അതെ, ലാവണ്യനെ വിവാഹം കഴിക്കാൻ അവൻ സമ്മതിച്ചു കേട്ടോ, ഇതിൻ്റെ ക്രെഡിറ്റ് ഫുള്ളും നിനക്കാണ് ശ്രുതി എന്ന് മുത്തശ്ശി പറയുമ്പോൾ, ഇത് കൊള്ളാം, രണ്ടുപേരും കൂടി ഈ ക്രെഡിറ്റും ഇതൊക്കെ തന്നിട്ട് എന്നെ അങ്ങോട്ട് വലിയ ആളാക്കുവാണല്ലോ. അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി, ഇതൊക്കെ നടക്കേണ്ട കാര്യമാണ്, അത് നടന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ കാരണമൊന്നുമല്ല എന്നൊക്കെ ശ്രുതി പറയുവാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി കുറേ ലഡ്ഡുവൊക്കെ ആയിട്ടാണ് വരുന്നത്. ശ്രുതി, ഇതിൽ ലഡ്ഡു ഉണ്ട്, നീ തന്നെ നിൻ്റെ കൈ കൊണ്ട് എല്ലാവർക്കും ഈ ലഡ്ഡു കൊടുക്കുക എന്ന് പറയുമ്പോൾ ലാവണ്യ പറയണ്ട, അതെ അതെ ശ്രുതി, നീ തന്നെയാണ് ഈ ലഡ്ഡു എല്ലാവർക്കും കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിക്ക് കയ്യിലൊക്കെ അത് കൊടുക്കുകയാണ്. ശ്രുതി ആദ്യം തന്നെ ആ ലഡ്ഡു വരണം മുത്തശ്ശിക്കും ലാവണ്യക്കും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അഞ്ജലിക്കും ആകാശിനും കൊടുക്കേണ്ട താങ്ക് യു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ അവരിതിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ലാവണ്യ വരുന്നുണ്ട്. അല്ല മുത്തശ്ശി എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ അതെ, ഞാൻ നിന്നെ അന്വേഷിച്ചു, ഇതുവരെ ഞാൻ നിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇതുവരെ ചോദിച്ചിട്ടില്ല. നിൻ്റെ പാരൻസ് പുറത്താണെന്നറിയാം, പക്ഷെ ഇവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അല്ല, നിൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, അവർ ലണ്ടനിലാണ് മുത്തശ്ശി സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അല്ല, അവർ നാട്ടിലേക്കൊന്നും വരാറില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, വരാറുണ്ട്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുവാണെങ്കിൽ അവർ നാട്ടിൽ വരും. അപ്പം മകളുടെ വിവാഹം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ, അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ പറയൂ, നമുക്ക് വിവാഹത്തിൻ്റെ നിശ്ചയത്തിൻ്റെയും അതുപോലെ വിവാഹത്തിൻ്റെ ഡേറ്റൊക്കെ എടുക്കണ്ടേ. ഞാൻ പറയാം മുത്തശ്ശി, അച്ഛൻ എന്നെ വിളിക്കും, അച്ഛനോട് ഇന്ന് തന്നെ ഞാൻ പറയാം, അതെ ഇന്ന് തന്നെ പറയണം. ശരി മുത്തശ്ശി എന്ന് പറയട്ടെ നമ്മുടെ ലാവണ്യ സന്തോഷത്തോടെ മുകളിലേക്ക് കയറിപ്പോവാണ്. മുത്തശ്ശിക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ലഡു കൊടുക്കുന്ന സമയത്ത് അശ്വിൻ ലഡു എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് അശ്വിൻ നോക്കുന്നുണ്ട്. ശ്രുതിയുടെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിരിക്കുകയാണ്. അശ്വിനെ കാര്യം മനസ്സിലായി, പക്ഷെ അശ്വിൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. അശ്വിന് വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ അശ്വിൻ ഒരു ലഡു എടുക്കാൻ മുമ്പ് ശ്രുതി പറയണ്ട, അയ്യോ സർ അത് ആ ലഡു അല്ല ഈ ലഡുവാണെന്ന് പറയുകയാണ്. അങ്ങനെ അശ്വിനെ വേറൊരു ലഡു എടുത്ത് കൊടുക്കുന്നുണ്ട്. അശ്വിൻ അത് കഴിക്കുന്ന സമയത്ത് ലാവണ്യ ഓടി വരുവാണ്. അയ്യോ ശ്രുതി, നീ എന്ത് പണിയാണ് കാണിച്ചത്? സാറിന് ഷുഗർ കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? അയ്യോ മേഡം പേടിക്കണ്ട, ഇത് ഷുഗർ ഫ്രീ ലഡുവാ. ആണോ?
ആ ശരി എന്ന് പറഞ്ഞിട്ട് ലാവണ്യ ഒരു ലഡു എടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടും ലഡു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി നീയും കഴിക്കുന്ന ലാവണ്യ പറയുമ്പോൾ ഞാൻ എടുക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒരു ലഡു എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ലഡു കഴിക്കുന്ന സമയത്ത് നമ്മുടെ മനോരമ വരുന്നുണ്ട്. അഞ്ജലി മോളെ ഇനി ഇവളുടെ സർവീസൊന്നും ഇവിടെ ആവശ്യമില്ലല്ലോ, ഇവളെ ഇപ്പം തന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചേക്ക് എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അത് മേഡം പറയാതെ തന്നെ എനിക്കറിയാം മേഡം, ഇനി എൻ്റെ സർവീസ് ഇവിടെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം, ഞാൻ പോകുക എന്നിങ്ങനെ പറയാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി ബാഗ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അഞ്ജലി ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശ്രുതിയെ ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ നിന്നോട് നന്ദിയൊന്നും പറയുന്നില്ല, നേരം ഇരുട്ടിയത് കൊണ്ട് യാത്രയും പറയുന്നില്ല, നീ നന്നായിട്ട് വരും ശ്രുതി എന്നിങ്ങനെ ശ്രുതിയുടെ അടുത്ത് അഞ്ജലി പറയാണ്. അതിനുശേഷം അഞ്ജലിയുടെ പോകുമ്പോൾ ലാവണ്യ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അല്ല ശ്രുതി, നീ പോകുവാണോ? പിന്നെ പോകണ്ടേ മേഡം, നേരം നോക്ക്, ഒത്തിരി ഇരുട്ടു, ഞാൻ പോകുക. അയ്യോ ശ്രുതി, ഞാൻ നിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും വിടില്ല കേട്ടോ, കുറച്ചുകൂടി പണിയുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല മേഡം ഞാൻ പോകുക, ദേ ചേച്ചി എന്നെ വിളിച്ചിരുന്നു, ഇനി എന്തായാലും എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ മേഡം, ഞാൻ പോകുക, വീട്ടിലും ദീപാവലി കാര്യങ്ങളൊക്കെ ഉണ്ട്, അച്ഛൻ്റെ പിറന്നാൾ കൂടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പോകുക മേഡം എന്ന് പറയുവാണ്. ശരി ശ്രുതി, നിന്റെ ഇഷ്ടമെന്ന് ലാവണ്യ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി പതുക്കെ അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അശ്വിൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശ്രുതി പതുക്കെ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, കാണാത്ത പോലെ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് പോവാണ്. അശ്വിന് വല്ലാത്ത വിഷമമുണ്ട്. അശ്വിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി തിരിഞ്ഞു നോക്കുന്നില്ല. അശ്വിൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശ്രുതി വേഗം ഓടി വരുവാണ്. ഓടി വന്നിട്ട് അശ്വിനെ നോക്കുന്നുണ്ട്. പക്ഷെ അശ്വിൻ അവിടെ നിന്ന് അപ്പോഴേക്കും പോയി കഴിഞ്ഞായിരുന്നു കേട്ടോ. ശ്രുതി വളരെ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പടി ഇറങ്ങുവാണ്. അതിനുശേഷം ശ്രുതി പോയെന്ന് മനസ്സിലാക്കി കള്ളൻ ശ്യാമ പതുക്കെ നിലത്തിറങ്ങി വരുവാട്ടോ. അതെ, വിരുന്നുകാരൊക്കെ പോയോ അഞ്ജലി മോളെ? ആ പോയി. ചേട്ടനിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ല അഞ്ജലി മോളെ, എന്നാലും ചേട്ടൻ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. എന്തിനാ ചേട്ടൻ പൈനാപ്പിളിൻ്റെ പായസം കുടിച്ചത്? അത് പൈനാപ്പിൾ ഉള്ളത് എനിക്ക് അറിയില്ലായിരുന്നു, കണ്ടപ്പോൾ കൊതി കൊണ്ട് എടുത്ത് കുടിച്ചതാ. എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ വിരുന്നുകാരൊക്കെ പോയോ? ആ പോയി, എല്ലാവരും പോയി, ശ്രുതിയും പോയി. എന്തായാലും ശ്രുതിക്ക് ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയില്ല, അതിന് ഇനി അവസരമൊക്കെ ഉണ്ടല്ലോ മോളൂ എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ മനോരം പറയണ്ട, എന്തായാലും അവളുടെ സർവീസിന് വേണ്ട, കല്യാണം എന്തായാലും ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി അവളുടെ സർവീസ് വേണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ മുത്തശ്ശി വരുന്നുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറയുമ്പോൾ അശ്വിൻ വരുവാണ് കേട്ടോ. അതെ, ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ പെട്ടെന്നൊന്നും ഞാൻ കല്യാണം കഴിക്കില്ല. ആഹാ, അത് കൊള്ളാലോ കുഞ്ഞാന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് മുത്തശ്ശി എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്ത് മനോരം പറയുന്നുണ്ട്, ആഹാ ഇത് കൊള്ളാം, കല്യാണത്തിനൊക്കെ സമ്മതിച്ചിട്ട് ഇപ്പം ഗണപതി കല്യാണം പോലെ നാളെ നീളെന്നായി പോകും. എൻ്റെ മൈ ഗോഡ്, എൻ്റെ മോൻ്റെ വിവാഹം വീണ്ടും നീളുവാണല്ലോ ഈശ്വര എന്ന് മനോരം പറയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവനെ പെട്ടെന്നൊന്നും വിടത്തില്ല, എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം, എന്തായാലും ഇനി നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ശ്യാം അഞ്ജലി അടുത്ത് പറയുന്നുണ്ട്, അതെ ആൻറ്റി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്തായാലും ഇനി ആ ശ്രുതിയുടെ കാര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ, ഇനി ശ്രുതി എടുത്ത് വരണ്ടെന്ന് പറഞ്ഞേക്ക് അഞ്ജലി മോളെ എന്ന് ശ്യാം പറയുമ്പോൾ നമ്മുടെ അഞ്ജലി ശ്യാമിൻ്റെ മുഖത്ത് നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.